ഞങ്ങളുടെ ഓഗി കുഞ്ഞിനെ ഞങ്ങൾ കുളിപ്പിക്കാൻ പോകാൻ കേട്ടോ. അവൾ കുളിക്കാൻ ഭയങ്കര ഇഷ്ടമൊന്നുമില്ല, പക്ഷെ അവളെ കുളിപ്പിക്കാണ്ടിരുന്നാൽ ശരിയാവില്ല. അവളിങ്ങനെ ഇച്ചി കുമ്പിയിട്ട് ഇങ്ങനെ നടക്കാൻ കൂടെ ചവിട്ടിയിട്ടൊക്കെ. അതാണ് ഇവളുടെ ഒരു പ്രശ്നം. ഇപ്പൊ ചെറുതല്ലേ, അതിന് അറിവാകാനുള്ളതായിട്ടില്ലല്ലോ. അവൾക്ക് ഇതേ ഞങ്ങള് യൂസ് ചെയ്യേണ്ട ഇതാണ് കേട്ടോ, എന്നാ ഹഗ്ഗാൻ ബാഗിന്റെ ഈ ഷാമ്പു. ഇതാണ് അവളെ കുളിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യണേ. പിടിച്ചേ ഓഗി കുഞ്ഞി, നമുക്ക് കുളിക്കാം നമുക്ക്. കുളിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഞങ്ങളുടെ ഓഗി കുഞ്ഞിനെ ഞങ്ങൾ കുളിപ്പിക്കട്ടെ. ഹായ്. ചൂടുവെള്ളത്തിലായതുകൊണ്ട്, പച്ചവെള്ളമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒട്ടും നിൽക്കില്ല. ഇത് ചൂടുവെള്ളത്തിലായതുകൊണ്ട് ഹായ് 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 ഹേയ്. ആ ഇതാണ് നല്ലോണം വെള്ളം നല്ലോണം വേണം. 4 മാസം കഴിയും. ആദ്യം നമ്മൾ എപ്പോഴും കുളിക്കാൻ പറ്റില്ല. ഇപ്പോഴും നമ്മൾ എപ്പോഴും കുളിക്കില്ല, എന്നാലും ഇവിടെ ഒരു സ്മെല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇതുള്ളൊക്കെ ഷാമ്പിട്ട് കഴിച്ചാൽ ഈസിയാണ്. പ്രശ്നം ഇപ്പൊ കുറച്ചായിട്ട് കുടിക്കുന്ന സമയത്ത് വലിയ പ്രശ്നം അറിയില്ല. കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഇവളുടെ എന്താ ദൈവം അത് നമ്മൾ കാണിച്ചു തരാം. കുടിച്ച് കഴിഞ്ഞാൽ ഇവളുടെ കുടി കാണിച്ചു തരാം. പിന്നെ ഇവർക്ക് ഈ ദേഷ്യം ഉള്ളത് കാണിക്കുന്നത് അതിന് ശേഷമാണ്. കുടിക്കുന്ന സമയത്ത് ഇവള് അങ്ങാടൊക്കെ ഇരുന്ന് വരും. ഇപ്പം നമുക്ക് തല കുളിപ്പിക്കാനാണ് ഇത്തിരി പാട്. അങ്ങനെ മോളുടെ തല കുളിപ്പിക്കണം. ശരി, കണ്ണ് അപ്പം ഞാൻ കുളിച്ചു വന്നു. ഇനി നമ്മുടെ ഓഗിക്കുട്ടീനെ കുറച്ച് പൗഡറൊക്കെ ഇടിച്ച് എന്താണ് അവൾ കിടന്ന് ഉറങ്ങിക്കോളും കുറേ നേരം. എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവൾ കിടന്ന് ഉറങ്ങും. അവൾക്ക് ഈ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഷിറ്റ്സുവിനെ വളർത്തുന്ന ആൾക്കാർക്ക്, ഷിറ്റ്സു മാത്രമല്ല എല്ലാ പപ്പികൾക്കും ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം കുളിക്കുന്നത് അത്ര വലിയ താല്പര്യമുള്ള ആൾക്കാരല്ല. ചില പട്ടിക്കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ, പക്ഷെ ഇവൾക്കൊന്നും കുളിക്കാൻ അത്ര വലിയ താല്പര്യമില്ല. ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ അവൾ ഭയങ്കരമായിട്ട് പ്രതിരോധിക്കും. ഇപ്പൊ അവള് പ്രതിരോധിക്കണില്ല, അവൾ അനങ്ങാണ്ടൊക്കെ നിൽക്കും. പക്ഷെ കുളി അങ്ങോട്ട് കഴിഞ്ഞാൽ അവളെ ഒന്ന് നമ്മൾ വൃത്തിയൊക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കിടന്നിട്ട് ഒരു പെടപ്പാണ്, ഒരു തരം ഭ്രാന്തം കളിയാ. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ച് പക്ഷേ ലേശം പൗഡർ ഇട്ട് കൊടുത്തത് ഒതുക്കി കിടന്ന് ഈ ചിങ്ങനൊക്കെ നല്ല അവർക്ക് പൗഡർ അതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കക്ഷിയോടെ കിടന്ന് ഉറങ്ങിക്കോളും. ഈ പൗഡറാണ് കേട്ടോ, ഹിമാലയന്റെ എറീന EP എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പൗഡറാണ് ഞങ്ങൾക്ക് കൊടുക്കണേ, ഇട്ട് കൊടുക്കണേ. അമ്മയുടെ മോള് വാ, പിണങ്ങി കിടക്കാണ്. കുളിപ്പിച്ചതിന്റെ പിണക്കുണ്ടാവും. അപ്പൊ ചുന്നരീനെ പൗഡറൊക്കെ ഇട്ട് ഇനി ചുന്നരിയാക്കിയിട്ട് കിടത്തി ഉറക്കും. ചുന്നരിയാക്കിയിട്ടേ നമ്മുടെ മോളെ ഞങ്ങൾ ചുന്നരിയാക്കിയിട്ട് കിടത്തി ഉറക്കാൻ പോവാ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഷിറ്റ്സുവിന്റെ കുളി ദിവസത്തുള്ള കാര്യങ്ങൾ. ഞങ്ങളുടെ ഓഗിക്കുട്ടിയുടെ ഭയങ്കര ശാന്തയാണ്, കുഴപ്പമൊന്നുമില്ല. ഭയങ്കര അറ്റാച്ച്മെന്റ്, നമ്മുടെ പിന്നാലെ നിന്ന് മാറില്ല. എവിടെ പോണെങ്കിലും അവൾക്ക് നമ്മൾ വേണം. അത്ര ഉറക്കം വന്നാലും അവള് നമ്മളൊന്നും എല്ലാം ഒന്ന് അനങ്ങിക്കഴിഞ്ഞാൽ അവൾ അറിയും. പിന്നെ അവള് അതിന്റെ പിന്നാലേന്ന് മാറാണ്ട് ഇങ്ങനെ നടക്കും. അല്ലേ യോഗി? എല്ലാവരോടും ഒരു ഹായ് പറഞ്ഞേ, എല്ലാവരോടും ഹായ് പറഞ്ഞേ. അപ്പൊ ഞങ്ങളും ഓഗി ഞങ്ങളും പോവാട്ടോ. കൊച്ചു കിടന്ന് ഉറങ്ങട്ടെ. അപ്പൊ നമുക്ക്
അടുത്തൊരു വീഡിയോയിൽ കാണാം.